അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്കൂൾ വിക്കിയുടെ പ്രധാന താളിലാണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ നോക്കാം, അഥവാ ലോഗിൻ ചെയ്യാൻ നോക്കാം. ഓൾറെഡി നമ്മളൊരു അംഗത്ത് എടുത്തിട്ടുണ്ട്. പ്രവേശിക്കുക ക്ലിക്ക് ചെയ്യാം. പ്രവേശിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോക്തൃനാമം, അവിടെ നമ്മൾ നമ്മുടെ പുതിയ ID ഏതാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ആ ക്രിയേറ്റ് ചെയ്ത ID അടിക്കുക. 20660 എന്ന ID ആണ് സാധാരണ നമ്മൾ ഓരോ സ്കൂൾ കോഡാണ് അവരുടെ ഉപയോക്തൃനാമം. പക്ഷേ ഈ സ്കൂളിൻ്റെ അവരത് മറന്നതുകൊണ്ട് അവർ പുതിയൊരു ID എടുത്തതാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് 20660 മൈനസ് PKD, പാലക്കാട് ആയതുകൊണ്ട് PKD എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളോട് പാസ്വേഡ് അടിച്ചു കൊടുക്കണം. പാസ്വേഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കാം, നമ്പേഴ്സ് യൂസ് ചെയ്യാം, സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യാം. പാസ്വേഡ് അടിച്ചു കൊടുത്തു. ദെൻ പ്രവേശിക്കുക ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡോണ്ട് സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഈ അക്കൗണ്ടിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അക്കൗണ്ടിൽ ചില സെറ്റിങ്സുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് ക്രമീകരണങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇമെയിൽ വെരിഫിക്കേഷനാണ്. അപ്പോൾ ഈ ക്രമീകരണങ്ങൾ നോക്കി നോക്കാം. ഇപ്പോൾ ക്രമീകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ക്രമീകരണം തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നെ പറ്റി ദൃശ്യരൂപം തിരുത്തൽ അങ്ങനെ കാണാം. ഇപ്പോൾ ഇവിടെ ഇത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ രഹസ്യവാക്ക് മാറ്റാം, അപ്പോൾ യഥാർത്ഥ പേര് ഏതാണ് അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആണ് പെണ്ണ് ഇത്തരം കാര്യങ്ങളുണ്ട്. ഇവിടെ ഇമെയിൽ ക്രമീകരണം കാണാം. ഇവിടെ ഇമെയിൽ വിലാസം മാറ്റുക എന്നുള്ളത് കാണാം. അതിന് താഴെ താങ്കളുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കുക എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഈ ഇമെയിൽ വിലാസം ഒന്ന് സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിനുശേഷം മാത്രമാണ് ബാക്കി എഡിറ്റിങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ക്രമീകരണങ്ങളിനകത്ത് തന്നെ ഒന്നിൻ്റെ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തിരുത്തെടുക്കുന്നു. ഇവിടെ ഈ ആദ്യത്തെ 2 പൊതുവായിട്ടുള്ള ഐച്ഛികങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗാഡ്ജറ്റ് എന്ന് കാണാം. ഇവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് ഹോട്ട് കാറ്റ് എന്നതും ടിക്ക് മാർക്ക് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രമീകരണങ്ങളിലെ എല്ലാ സെറ്റിങ്സുകളും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കൂൾ മെയിൽ തുറക്കണം. സ്കൂൾ മെയിൽ തുറന്ന ശേഷം നമ്മൾ ഏത് മെയിലാണ് കൊടുത്തത്, സ്കൂൾ മെയിലാണ് കൊടുത്തതെങ്കിൽ സ്കൂൾ മെയിൽ, ആ മെയിൽ തുറന്ന ശേഷം നമ്മളവിടെ വന്ന മെയിലിലെ 2 ലിങ്കുകൾ ഉണ്ടായിരിക്കും. ഒരു മെയിലായിരിക്കും, മെയിലിനകത്ത് 2 ബ്ലൂ കളർ ലിങ്ക് ഉണ്ടായിരിക്കും. അതിന് ആദ്യത്തെ ലിങ്ക്, അതായത് ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കുക എന്നതാണ്. രണ്ടാമത്തത് തിരസ്കരിക്കാനുള്ളതാണ്. അപ്പോൾ ആ സ്ഥിരീകരിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ സെറ്റിങ്സ് ഓക്കെ ആവും. അപ്പോൾ നമുക്കിനി ഇമെയിൽ സ്ഥിരീകരിച്ച ശേഷം ബാക്കി നോക്കാം. നിങ്ങൾ സ്കൂൾ മെയിൽ തുറന്ന് സ്കൂൾ മെയിലിനകത്തെ സ്കൂൾ വിക്കിയുടെ മെസ്സേജ് നോക്കുക. സ്കൂൾ വിക്കിയുടെ മെസ്സേജിനകത്ത് ഇമെയിൽ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. ആ മെസ്സേജ് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 ലിങ്ക് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമെയിൽ വിലാസം സ്ഥിരീകരിക്കും. സ്ഥിരീകരിച്ച ശേഷം വീണ്ടും നമ്മളിവിടെ ക്രമീകരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, കണ്ടോ. അപ്പോൾ ഇമെയിൽ വിലാസം ഇവിടെ ഇമെയിൽ സ്ഥിരീകരണം, താങ്കൾ ഇമെയിൽ വിലാസം 21 ജനുവരി 2022 15:04 സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ച് കഴിഞ്ഞു. പിന്നെ അതിലൂടെ കുറേ ഇമെയിൽ സെറ്റിങ്സുകളുണ്ട്. നമ്മൾ ഈ സെറ്റിങ്സ് ടിക്ക് മാർക്ക് ഒഴിവാക്കരുത്. നിർബന്ധമായിട്ടും ആ ടിക്ക് മാർക്ക് അവിടെ ഉണ്ടായിരിക്കണം. കാരണം നമ്മളുടെ പേജുകൾ ആരെങ്കിലും തിരുത്തൽ വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാനുള്ള ഓപ്ഷനാണിത്. അതുപോലെ നിങ്ങൾക്ക് മെയിലുകൾ അയക്കാനുള്ള ഓപ്ഷൻ, ഈ ടിക്ക് മാർക്ക് ഒഴിവായി കഴിഞ്ഞാൽ ഇത്തരം സെറ്റിങ്സുകൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റിങ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തിരുത്തൽ എന്നതിൽ പോയി കഴിഞ്ഞാൽ ഈ 2 ടിക്ക് മാർക്ക് നമ്മൾ കൊടുത്തു. അതുപോലെ ഗാഡ്ജറ്റിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഹോട്ട് കാറ്റ് എന്ന ടിക്ക് മാർക്ക് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ മാത്രമാണ് ഇവിടെ സേവ് ചെയ്യുക എന്നുള്ളത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ടിക്ക് മാർക്ക് മാറ്റി, കണ്ടോ, മാറ്റി കഴിഞ്ഞാൽ സേവ് ചെയ്യുക എന്ന് വരും. എനിക്ക് ടിക്ക് മാർക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പുതിയ തിരുത്തലുകൾ എന്തെങ്കിലും നമ്മൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആണ് എന്ത് വരുന്നത്, ഒരു സേവ് ചെയ്യുക എന്ന് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വേറെ പുതിയ തിരുത്തലുകളൊന്നും വരുത്തിയിട്ടില്ല. വരുത്തിയെങ്കിൽ മാത്രം അവിടെ സേവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ മൗസ് പോയിന്റ് കൊണ്ടുവച്ച് നമുക്ക് കാണാൻ പറ്റും താങ്കളുടെ ഉപയോക്തൃത്താൾ ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ ഒരു മെസ്സേജ് വരും. നമ്മൾ ഈ ID മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ ID ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID ആക്റ്റീവായിട്ട് തുറന്നു വരും. ഉപയോക്താവ് -PKD എന്ന രീതിയിൽ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇവിടെ സൃഷ്ടിക്കുക ക്ലിക്ക് ചെയ്യുക. സൃഷ്ടിക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് ലോഡ് ചെയ്ത് വരും. ഇവിടെ ഒരു അറിയിപ്പ് വരും, അതൊന്ന് ക്ലോസ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കഴ്സർ വരുന്നത് കാണാം. ഓക്കെ, ഇവിടെ കഴ്സർ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ക്രമീകരണങ്ങളിൽ സെറ്റിങ്സ് ചെയ്തിട്ടില്ലെന്നും നമ്മുടെ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഇമെയിൽ വിലാസം സ്ഥിരീകരിച്ചാൽ മാത്രമാണ് ഇങ്ങനെ ഒരു കഴ്സർ ഇവിടെ വരിക. അതിനുശേഷം നമ്മളിവിടെ എന്തെങ്കിലും ഉപയോക്താവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല. ഞാനിവിടെ സ്കൂൾ കോഡ് തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്കൂൾ കോഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ താൾ സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ലെറ്റർ എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ തന്നെ അങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇവിടെ താൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും മെസ്സേജ് വരുന്നു. ഇവിടെ ചുരുക്കം എന്താണ് നിങ്ങൾ ചെയ്തത്. അപ്പം നമുക്ക് വേണമെങ്കിൽ പ്രൊഫൈൽ എഡിറ്റിംഗ് എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ പ്രൊഫൈലാണല്ലോ, അതായത് ആ ID പ്രൊഫൈലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫൈൽ എഡിറ്റിംഗ് എന്ന് കൊടുത്തു, താൾ സേവ് ചെയ്യുക. ഓക്കെ,
ഇപ്പോൾ ആ താൾ സേവ് ചെയ്തു, താൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ ഐ ഡി ഇപ്പോൾ ഒരു ബ്ലൂ കളറിലേക്ക് ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേജ് എടുത്ത് എല്ലാ തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ സ്കൂളിൻ്റെ പേജിൽ നിന്ന് എടുക്കാം, 206/60. ഓക്കെ, കണ്ടോ? ഇപ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ ഐ ഡിയിലാണ് കയറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തിരുത്താനും മൂലരൂപം തിരുത്തുക, നാൾ വഴി കാണാൻ, അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഈ ഐ ഡിക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ ഒരു പുതിയ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ ഐ ഡിയിലൂടെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേജുകൾ തിരുത്താൻ ശ്രമിക്കുക. താങ്ക് യു. ഒരു വിദ്യാലയത്തിൻ്റെ സ്കൂൾ വിക്കി പേജിൽ പ്രവർത്തനങ്ങൾ എങ്ങനെ ചേർക്കാമെന്ന് നോക്കാം. ഇതിനായി ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മളൊരു അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യണം. അതിനുശേഷം പ്രവർത്തനങ്ങൾ എന്നതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ നിന്നും പ്രവർത്തനങ്ങൾ ചേർക്കേണ്ട വർഷം നമ്മൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 2026-27 എന്ന വർഷം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രവർത്തനങ്ങളൊന്നും ചേർക്കപ്പെട്ടിട്ടില്ല. ഇതിനായി നമ്മൾ കുറച്ച് പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മുടെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഞാൻ സാധാരണ സ്കൂളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പ്രവർത്തനം ഞാനിവിടെ കോപ്പി ചെയ്തെടുക്കുന്നു. പ്രവേശനോത്സവം എന്നൊരു പ്രവർത്തനം നിങ്ങൾ കുറച്ചധികം ടൈപ്പ് ചെയ്ത് എഴുതി വെക്കണം. സ്കൂളിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ ഒരു വരി മാത്രമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഈ സ്കൂളിൻ്റെ പേജിലേക്ക് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത ശേഷം നമുക്കിതിനെ ഭംഗിയാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് പേസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ജസ്റ്റ് സേവ് ചെയ്ത് നോക്കാം. ഈ താൾ സേവ് ചെയ്യുക എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അത് ആ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സൃഷ്ടിക്കുക എന്നത് മാറിയിട്ടുണ്ട്. ആദ്യമായി ചെയ്യുമ്പോഴാണ് അവിടെ സൃഷ്ടിക്കുക എന്നത് ഉണ്ടാവുക, പിന്നീട് അത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഇനി നമുക്കിത് വീണ്ടും ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ പ്രവേശനോത്സവം എന്നത് ഒരു ഉപശീർഷകത്തിൻ്റെ രൂപത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രവേശനോത്സവം മാത്രമായി സെലക്ട് ചെയ്യാം. ഇവിടെ ഖണ്ഡിക എന്നത് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഉപശീർഷകം എന്ന് നൽകാം. ഇപ്പോൾ ഈ ബാക്കി ടെക്സ്റ്റും ഉപശീർഷകമായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഇവിടെ കഴ്സർ വെച്ച് എൻ്റർ അടിച്ച് അടുത്ത ലൈനിലേക്ക് ആക്കാം. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഉപശീർഷകം നിന്ന് മാറ്റി ഖണ്ഡികയാക്കാം. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളും ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഞാൻ ഒരു പ്രവർത്തനം കൂടി ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ക്ലബ്ബ് രൂപീകരണം എന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്യുന്നു. സ്കൂൾ വിക്കി പേജിലേക്ക് വരുന്നു. അടുത്ത ലൈനിൽ നമ്മളത് ചേർക്കുന്നു. ഇവിടെയുള്ള ഈ ബുള്ളറ്റൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ അവിടെ നിന്ന് നമ്മൾ ബോൾഡായി കൊണ്ടുവന്നതുകൊണ്ടാണ് ഇവിടെ അതുപോലെ വന്നത്. അതല്ലെങ്കിൽ നമ്മളിതൊന്ന് സെലക്ട് ചെയ്ത് ഇവിടെ അത് ഉപശീർഷകം തന്നെ ആക്കി മാറ്റുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫോണ്ടിൻ്റെ സൈസൊക്കെ കറക്റ്റായിട്ട് വരും. ഉപശീർഷകമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ കൂടുതൽ ആവശ്യമില്ല. പരമാവധി മലയാളത്തിൽ വേണം നമ്മളിതിനകത്ത് ഉൾപ്പെടുത്താനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 പ്രവർത്തനങ്ങൾ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് താഴേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി, ഇപ്പോൾ ഈ പേജിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റങ്ങൾ സേവ് ചെയ്യുക. വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പേജിലെ ഈ 2 പ്രവർത്തനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി താഴേക്ക് നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചേർക്കാവുന്നതാണ്. അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ എങ്ങനെയാണ് നമ്മുടെ പേജിനുള്ളിൽ ഉൾപ്പെടുത്തുക എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു ചിത്രം കൂടി അപ്ലോഡ് ചെയ്യണം. ഞാൻ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു, ബ്രൗസ് ചെയ്യുന്നു, എൻ്റെ സ്മാർട്ട് റൂമിൽ ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്, ഫയലിൽ വന്നിട്ടുണ്ട്. ഒന്നും തിരഞ്ഞെടുത്തില്ല, അത് മാറ്റിയിട്ട് ഞാൻ സ്വന്തം രചന ക്രിയേറ്റീവ് കോമൺസ് 3.0 സെലക്ട് ചെയ്യുന്നു. വർഗം ഞാൻ സ്കൂൾ കോഡ് അടിച്ചു കൊടുക്കാം, 206/60 എന്ന് അടിച്ചു കൊടുത്തു, ശരി എന്ന് കൊടുത്തു. ദെൻ പ്രമാണം അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ചിത്രമാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ചിത്രങ്ങളായിട്ട് നമുക്ക് നമ്മുടെ സ്കൂൾ വിക്കി പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം. എൻ്റെ ഉദ്ദേശം എൻ്റെ ഈ ഭൗതിക സൗകര്യങ്ങളിലെ ഈ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഞാനിവിടെ തിരുത്തുക ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ചിത്രം നമുക്ക് ഇവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഉൾപ്പെടുത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു എൻ്റർ അടിച്ച് കുറച്ച് സ്പേസ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മളിവിടെ മുകളിലെ ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ചിത്രങ്ങളും മീഡിയകളും സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ എനിക്ക് ഈ ചിത്രമാണ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആ ചിത്രം ഉപയോഗിക്കണമെങ്കിൽ ഈ ചിത്രം ഉപയോഗിക്കുക ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചിത്രത്തിൻ്റെ ക്യാപ്ഷൻസൊക്കെ വേണമെങ്കിൽ നൽകാവുന്നതാണ്. ദെൻ വിപുലം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് ചിത്രത്തിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സാധിക്കും. സ്വതേ ചിത്രമാണോ അതോ ഇച്ഛാനുസരണമാണോ വേണ്ടത്, അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇടത്, മധ്യത്തിൽ, വലത് ആ പേജിൻ്റെ എവിടെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് കൊടുക്കാം. ഞാനിവിടെ മധ്യത്തിൽ എന്നത് കൊടുക്കുന്നു. ദെൻ ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചിത്രം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിത്രം ഉൾപ്പെടുത്തിയ ശേഷം മാറ്റങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ചിത്രം നമ്മുടെ പേജിനകത്ത് കറക്റ്റായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ പേജുകളിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയത് മെയിൻ പേജിലാണ്. സാധാരണ മെയിൻ പേജിൽ നമ്മൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താറില്ല. എങ്കിൽ കൂടി എങ്ങനെയാണ് അത് ഉൾപ്പെടുത്താൻ സാധിക്കുക എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ചിത്രം ഉൾപ്പെടുത്തിയ ചിത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ തിരുത്തുക ക്ലിക്ക് ചെയ്താൽ മതി. തിരുത്തുക ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിത് തിരുത്തുക ക്ലിക്ക് ചെയ്തു, ചിത്രം സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് അടിച്ചാൽ ആ ചിത്രം അവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ്. കൺട്രോൾ സെറ്റ് അടിച്ചാൽ ആ ചിത്രം തിരിച്ചു വരുന്നതാണ്. ചിത്രത്തിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 അഗ്രങ്ങളിലെ ചെറിയൊരു ഏരോ മാർക്ക് കാണാം. ഇതുപയോഗിച്ച് ചിത്രത്തെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കുന്നതാണ്. ചിത്രത്തിൻ്റെ പൊസിഷൻസ് നമുക്ക് നീക്കണമെങ്കിൽ ചിത്രത്തിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാർവത്രികം വിപുലം എന്ന് വരും. വിപുലം സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഇടത്, മധ്യത്തിൽ, വലത് എന്ന് കാണാം. ഇടത് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റങ്ങൾ ബാധകമാക്കുകയാണെങ്കിൽ ചിത്രത്തെ ഇടത് സൈഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേജുകളിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയ ശേഷം ഇവിടെ ഈ താളൊന്ന് സേവ് ചെയ്യുകയാണ്. അപ്പോൾ മാറ്റങ്ങൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് പ്രൊഫൈലിലും അതുപോലെ തന്നെ പേജുകളിലും ചിത്രങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. സ്കൂളിൻ്റെ പേജിലെ പ്രവർത്തനങ്ങൾ, അംഗീകാരം തുടങ്ങിയ പേജുകളിൽ എങ്ങനെ ഇയർ ടാബ് ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ എന്താണ് ഇയർ ടാബിൽ നോക്കാം. ഇപ്പോൾ AUPS മൂലങ്കോട് എന്നൊരു സ്കൂൾ നമ്മൾ എടുക്കുന്നു. ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ മെയിൻ പേജിൽ കണ്ട ആ ടാബുകളെല്ലാം ഇവിടെയുണ്ട്. സ്കൂൾ സൗകര്യങ്ങൾ, അത്തരം ടാബുകളുണ്ട്. കൂടാതെ തന്നെ ഇയറും 2023 വരെയെന്നും അതിനുശേഷമുള്ള ഇയറിൻ്റെയും ഒരു പേജ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കണക്കനൂർ സ്കൂളിൻ്റെ നോക്കാം. ഈ കണക്കനൂർ സ്കൂളിൻ്റെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അത്തരം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. AUPS മൂലങ്കോട് എന്ന സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ ഇതെല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മൂലരൂപം തിരുത്തുക എന്നതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഈ 2 കോഡുകൾ. ഇപ്പോൾ ഇതിൽ ആദ്യത്തെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LP സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കേളി ബ്രാക്കറ്റ് P സ്കൂൾ ഫ്രെയിം /pages കേളി ബ്രാക്കറ്റ് 2 ക്ലോസ് ചെയ്യുക. ഇത്രയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മുകളിലുള്ള സ്കൂള്, ചിത്രം, ചരിത്രം, അത്തരം പ്രവർത്തനങ്ങൾ എന്നീ ടാബ് വരും. കൂടാതെ ഇയർ വരുത്താൻ വേണ്ടിയിട്ട് ഈ തൊട്ട് താഴെയുള്ള കോഡും കോപ്പി ചെയ്യാം. അപ്പോൾ ഞാനിത് 2ഉം കൂടി ഒരുമിച്ച് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ ഈ കണക്കന്നൂർ എന്ന സ്കൂൾ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ഈ പേജിനകത്ത്, അതായത് അവരുടെ ഏത് പേജിലാണോ നമുക്ക് ഇയറും മറ്റു ടാബുകളും വരേണ്ടത് എങ്കിൽ ആ പേജിനകത്ത് ALPS കണക്കന്നൂർ /പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു ആ ഒരു പേജിനകത്ത് ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് താൾ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കണക്കന്നൂർ എന്ന സ്കൂളിൻ്റെ പേജിലും പുതിയ വർഷത്തിൻ്റെ ടാബുകൾ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ മുകളിലെ സ്കൂള് സൗകര്യങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നീ ടാബുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലെ സ്കൂൾ സൗകര്യങ്ങൾ, ചരിത്രം തുടങ്ങിയ ടാബുകളും ഇയർ ടാബും നമുക്ക് പേജുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ സ്കൂളിൻ്റെ പേജിലെ പ്രവർത്തനങ്ങൾ എടുക്കുന്നു. ഈ വർഷത്തെ പ്രവർത്തനം 2026-27 സെലക്ട് ചെയ്യുന്നു. പ്രവർത്തനങ്ങൾ അവിടെ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെങ്ങനെ ചിത്രങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം. ഇതിനായി നമ്മൾ ആദ്യം ആവശ്യമുള്ള ചിത്രങ്ങൾ ലാപ്ടോപ്പിലെ ഫോൾഡറിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പിലെ ഫോൾഡറിനകത്ത് 2 ചിത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മൂൺ ഡേയുമായി ബന്ധപ്പെട്ട ചിത്രവും ഒന്ന് ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചിത്രവും ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ /2026-27 എന്ന പേജിലേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്ന് ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ചിത്രങ്ങളും മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചിത്രങ്ങളും ഒന്നും അപ്ലോഡ് ചെയ്തായിട്ട് കാണുന്നില്ല. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രമാണം തിരഞ്ഞെടുക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഡെസ്ക്ടോപ്പിലെ സ്കൂളിൻ്റെ ഫോൾഡറിൽ നിന്ന് ചിത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബഷീർ ദിനം എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ഇവിടെ മുകളിലും സെലക്ട് കൊടുക്കാം. ഇതിൻ്റെ സ്വന്തം സൃഷ്ടിയാണ് എന്ന രീതിയിൽ ഇവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട്. തുടർന്ന് അപ്ലോഡ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യാം.
ഇവിടെ ചിത്രത്തിന് നമ്മളൊരു പേരൊക്കെ നൽകാം, ഒരു വിവരണം നൽകാം. ഇപ്പോൾ ഇത് ബഷീർ ദിനമാണ്. ഞാനിവിടെ ബഷീർ ദിനമെന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കുന്നു. തുടർന്ന് സേവ് ചെയ്യാം. ഇപ്പോൾ ചിത്രം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ ചിത്രം ഉപയോഗിക്കുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും നമുക്കൊരു ചിത്രത്തിന് ഒരു തലക്കെട്ടൊക്കെ നൽകാം. ഞാനിവിടെ ബഷീർ ദിനം എന്ന് തന്നെ തലക്കെട്ട് നൽകുന്നു. ദെൻ ഉൾപ്പെടുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ചിത്രം നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഈ പേജിൽ എവിടെ വേണമെങ്കിലും നമുക്കിങ്ങനെ നീക്കി വെച്ചുകൊണ്ട് ക്രമീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സൈഡിൽ ഈ കോർണറിൽ പിടിച്ച് നമുക്കിങ്ങനെ നീക്കുവാണെങ്കിൽ നമുക്ക് ചിത്രം വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. തുടർന്ന് മുകളിൽ മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ആ പേജിൽ വരുത്തിയ മാറ്റങ്ങൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നത് ക്ലിക്ക് ചെയ്യുന്നത്. ഈ രീതിയിൽ ചിത്രങ്ങൾ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ നിൽക്കുകയാണ്. ഈ അക്കൗണ്ടിൽ നിന്നിട്ട് ഒരു ചിത്രം നേരത്തെ അപ്ലോഡ് ചെയ്തു. പക്ഷേ അപ്ലോഡ് ചെയ്ത ചിത്രം നമുക്കിപ്പോൾ കാണാനില്ല. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ക്രമീകരണങ്ങൾ കാണാം. എന്നിട്ട് തൊട്ട് താഴെയായിട്ട് അപ്ലോഡുകൾ എന്ന് കാണാം. ഈ അപ്ലോഡുകളിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലോഡുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത എല്ലാ ചിത്രങ്ങളും കാണാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ചിത്രം നേരത്തെ അപ്ലോഡ് ചെയ്തതായിരുന്നു, പക്ഷേ അത് മിസ്സായിപ്പോയി, കാണാണ്ടായിരുന്നില്ല. ഈ ചിത്രമാണ് നമുക്ക് ആവശ്യം. ഈ ചിത്രം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചിത്രമാണെന്ന് ഉറപ്പ് വരുത്തി അതിന് ശേഷം ഇതിന് താഴെ നമുക്ക് ഇതിൻ്റെ ഒരു ഫയൽ നെയിം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഫയൽ നെയിം ഒന്ന് എടുക്കാം. ഇതാണ് ആ ഫയൽ നെയിം. ആ ഫയൽ നെയിം അവിടെ നിന്ന് അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തു. ഇനി ചിത്രം എവിടെയാണ് ഉൾപ്പെടുത്തേണ്ടത് നോക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ഉൾപ്പെടുത്തേണ്ടത്. പ്രവർത്തനങ്ങൾ എടുക്കുന്നു. ഇവിടെ ഇയർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ തിരുത്തുക ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെയായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ക്ലസ്റ്റർ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഉൾപ്പെടുത്തുക ക്ലിക്ക് ചെയ്യുന്നു. ചിത്രങ്ങളും മീഡിയകളും എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ അപ്ലോഡ് സെലക്ട് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ തിരയാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തിരയുന്ന സ്ഥലത്ത് നമ്മൾ ആ ഫയൽ നെയിം ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പേരിലുള്ള ഫയൽ കാണിച്ചു തരും. അതിനുശേഷം ചിത്രം സെലക്ട് ചെയ്യുന്നു. ദെൻ ചിത്രം ഉപയോഗിക്കുക എന്ന് ക്ലിക്ക് ചെയ്യാം. ഉൾപ്പെടുത്തുക എന്ന് ക്ലിക്ക് ചെയ്യാം. ചിത്രം നമ്മുടെ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മാറ്റങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണെന്ന് പരിശോധിക്കുകയും ആ ചിത്രത്തെ വീണ്ടും നമ്മുടെ പേജിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഭൗതിക സൗകര്യങ്ങൾ കുറച്ച് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ പോയി എഴുതാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ കുറച്ച് ഭൗതിക സൗകര്യങ്ങൾ എഴുതി. അത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത ശേഷം എൻ്റെ തിരുത്തുന്ന താളിൽ കൊണ്ടുവന്ന ശേഷം ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ കളിസ്ഥലം, സ്മാർട്ട് റൂം, കമ്പ്യൂട്ടർ ലാബ്, ശാസ്ത്ര ലാബ് ഇങ്ങനെ ഉൾപ്പെടുത്തി. ഇനി ഞാനിത് ബോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് കടുപ്പിക്കുക എന്ന് വരുന്നു, അഥവാ അത് ബോൾഡ് ചെയ്യാൻ സാധിച്ചു. ഇനി ഇത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഘടന എന്നത് വരുന്നുണ്ട്. ഈ ഘടനയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എണ്ണമിടാത്ത പട്ടിക എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ബബിൾ ചെയ്തിട്ട് എണ്ണമിടാത്ത രീതിയിൽ വരുന്നുണ്ട്. വീണ്ടും ഒന്ന് സെലക്ട് ചെയ്ത ശേഷം നമ്മളിവിടെ അതിന് ഘടന എടുത്ത ശേഷം എണ്ണമിട്ട പട്ടിക കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്പർ ചെയ്തിട്ടുള്ള പട്ടികയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹെഡിങ്ങുകൾ ഉൾപ്പെടുത്താം. ഇനി ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഒരു പത്രവാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഹെഡിങ് നമുക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും നമ്മളിവിടെ പത്രവാർത്തകൾ എന്ന് ടൈപ്പ് ചെയ്യാം. പത്രവാർത്തകൾ എന്ന് ടൈപ്പ് ചെയ്തു. വാർത്തകൾ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യണം. ഞാൻ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ്, പ്രശസ്തമായ വിദ്യാർത്ഥികൾ, അതിന് ശേഷമാണ് ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എൻ്റർ അടിക്കുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പത്രവാർത്തകളിൽ നിന്ന് ഒരു ഖണ്ഡികയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്ന് സെലക്ട് ചെയ്ത ശേഷം ഞാനിവിടെ ഈ ഖണ്ഡിക മാറ്റിയിട്ട് തലക്കെട്ടാക്കുകയാണ്. അപ്പോൾ ഈ പത്രവാർത്തകൾ എന്നുള്ളതൊരു പുതിയ ഹെഡിങ് ആയിട്ട് വരുന്നു. അപ്പോൾ ഓരോ ഹെഡിങ്ങിന് താഴെയും നമുക്ക് ആവശ്യാനുസരണം മാറ്ററുകൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും നമ്മൾ ആ മാറ്റങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഖണ്ഡിക ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ നമുക്ക് കടുപ്പിക്കാം, ചിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എണ്ണമിട്ട പട്ടിക, എണ്ണമിടാത്ത പട്ടിക എന്ന രീതിയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഉൾപ്പെടുത്തുകയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പട്ടിക ഉൾപ്പെടുത്താം, ചിത്രങ്ങളും മീഡിയകളും ഉൾപ്പെടുത്താം. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പേജിനകത്തുള്ള മാറ്റങ്ങൾ തിരുത്താവുന്നതാണ്. ഈ മാറ്റങ്ങളെല്ലാം തിരുത്തി കഴിഞ്ഞ ശേഷം നമ്മൾ മാറ്റങ്ങൾ സേവ് ചെയ്യുക. അപ്പോൾ മാറ്റങ്ങൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക. വീണ്ടും മാറ്റങ്ങൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പേജ് ഇപ്പോൾ
സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പേജിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഈ സ്കൂളിൻ്റെ മെയിൻ പേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാബിന് താഴെയായിട്ട് ഉള്ളടക്കം കാണാൻ സാധിക്കും. അതായത് ഉള്ളടക്കം എന്ന് പറയുന്നത് ഇവിടെയുള്ള മെയിൻ ഹെഡിങ്ങുകളാണ് ഉള്ളടക്കത്തിൽ വരുന്നത്. നമ്മൾ പുതിയ ഹെഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഈ ഉള്ളടക്കത്തിൽ ഉൾപ്പെടും. ഓക്കെ, ഈ പാഠ്യേതര പ്രവർത്തനങ്ങളും മാനേജ്മെൻറ്റ് ഇടയിൽ എനിക്കൊരു പുതിയ ഒരു ഹെഡിങ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് മികവുകൾ പത്രവാർത്തകളിലൂടെ എന്നുള്ള ഒരു ഹെഡിങ് ഉൾപ്പെടുത്തണം. അപ്പോൾ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ മെയിൻ പേജിൽ കൊണ്ടുവന്ന് തിരുത്തുക ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ ഇവിടെ ഇതൊരു എഡിറ്റിംഗ് ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. ഈ മാനേജ്മെൻറ്റ് മുമ്പായിട്ട് ഞാൻ കഴ്സർ കൊണ്ടുവച്ച ശേഷം പേസ്റ്റ് ചെയ്യുകയാണ്. കൺട്രോൾ V അടിച്ചാൽ അത് പേസ്റ്റ് ആവും. ഈ മാനേജ്മെൻറ്റ് എന്നുള്ളത് തൊട്ട ലൈനിലേക്ക് വരാൻ എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മികവുകൾ പത്രവാർത്തകളിലൂടെ എന്നുള്ള പുതിയൊരു ഹെഡ് നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹെഡിങ്ങിന് താഴെയായിട്ട് നമുക്ക് ടെക്സ്റ്റുകളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. ഈ മാറ്റങ്ങളൊന്ന് സേവ് ചെയ്ത് നോക്കാം. മാറ്റങ്ങൾ ഞാൻ സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ മാറ്റങ്ങൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുകളിൽ ഉള്ളടക്കം നോക്കാം. ഇപ്പോൾ ഉള്ളടക്കത്തിനകത്ത് നമ്മളിപ്പോൾ പുതിയതായി ചേർത്തിട്ടുള്ള ആ ഹെഡിങ് ഉണ്ടാവും, മികവുകൾ പത്രവാർത്തകളുടെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പുതിയ ഹെഡിങ്ങുകൾ ചേർക്കാം. ആ ചേർത്ത ഹെഡിങ്ങുകൾ നമ്മുടെ മുകളിലുള്ള ഈ ഉള്ളടക്കത്തിൽ ഉൾപ്പെട്ടോളും. പിന്നെ ഞാൻ മാറ്റങ്ങൾ വരുത്തിയത് നിങ്ങളുടെ ഈ പറയുന്ന ഇൻഫോ ബോക്സ് ആണ്. ഇൻഫോ ബോക്സിൽ ഞാൻ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആ നൽകിയ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇവിടെ തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുക. തിരുത്തുക എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു കണ്ടു തിരുത്താവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഫോ ബോക്സാണ് നിങ്ങൾക്ക് തിരുത്തേണ്ടതെങ്കിൽ ഇവിടെ ഇൻഫോ ബോക്സിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇവിടെ തിരുത്തുക എന്ന് വരും. അപ്പോൾ വീണ്ടും അവിടെ തിരുത്തുക എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഇൻഫോ ബോക്സിലെ ഡാറ്റകളെല്ലാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണോ മാറ്റം വരുത്തേണ്ടതെങ്കിൽ അതിൽ മാറ്റം വരുത്തുക. അപ്പോൾ ഞാൻ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം 41 എന്നുള്ളത് 42 ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ 42 എന്നാക്കി. ഇങ്ങനെ എന്തെങ്കിലും തിരുത്തുകൾ വരുത്തി കഴിഞ്ഞാൽ മാത്രം മുകളിലെ മാറ്റങ്ങൾ ബാധകമാക്കുക എന്ന മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അത് പഴയ രീതിയിലേക്ക് ആക്കുന്നു, 41 എന്നാക്കുന്നു. എങ്കിലും ആ ടെക്സ്റ്റ് ബോക്സിൽ ചെറിയ മാറ്റം വരുത്താൻ ശ്രമിച്ചുകൊണ്ടാണ് ഇവിടെ ആ മെസ്സേജ് കൊടുക്കുന്നത്. ഇവിടെ മാറ്റങ്ങൾ ബാധകമാക്കുക എന്ന് കൊടുക്കാം. അവിടെ നേരെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്കൂളിൻ്റെ ചിത്രം എന്ന് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ നെയിമാണ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻഫോ ബോക്സുകൾ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ മാറ്റങ്ങൾ ബാധകമാക്കുക എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മാറ്റങ്ങൾ ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതി വീണ്ടും മാറ്റങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇൻഫോ ബോക്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മാറ്റം വരുത്തിയത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ പറയുന്ന വഴികാട്ടി എന്നുള്ളതാണ്. അത് അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത മാറ്റങ്ങൾ ആദ്യം ഒന്ന് സേവ് ചെയ്യാം. അപ്പോൾ മാറ്റങ്ങൾ ഞാൻ സേവ് ചെയ്യുന്നു. നിങ്ങൾ കൂടുതൽ തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ സേവ് ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മാറ്റങ്ങൾ അടുത്ത് വരുത്തിയത് ഇവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ ഈ പറയുന്ന വഴികാട്ടിയുടെ ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ ഇവിടെ തിരുത്തുക എന്ന് കാണാം, മൂലരൂപം തിരുത്തുക എന്ന് കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മൂലരൂപം തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വഴികാട്ടി എന്നൊരു കോഡ് കാണാം. ഈ കോഡിലൊന്നും നിങ്ങളൊരു മാറ്റം വരുത്തരുത്. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ വഴി എങ്ങനെയാണ് വരുന്നതെങ്കിൽ ആ ഫോർമാറ്റ് കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഒരു കോഡ് നിങ്ങൾക്ക് കാണാം, ## multimaps : എന്നിട്ടൊരു സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ സ്പേസിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ ID ആണ് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നിന്ന് കിട്ടുന്ന ID ഉണ്ടല്ലോ, ആ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്സ് എടുക്കാം. ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യാം. മാപ്പ് എടുത്ത ശേഷം നമ്മൾ സ്കൂളിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തപ്പോൾ LPS കൊഴിക്കാട്ടിരി എന്നിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു റെഡ് കളർ കാണാം. ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ കിട്ടും. ഈ നമ്പർ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് വന്നിട്ടുണ്ടായിരിക്കും. ഈ നേരെ നമ്മളുടെ സ്കൂളിൻ്റെ പേജിലേക്ക് വരുന്നു. സ്കൂളിൻ്റെ ഈ തിരുത്തുന്ന താൾ, അതായത് വഴികാട്ടിയിൽ നമ്മൾ തിരുത്തുന്ന താൾ വരുന്നു. ഇവിടെ മൾട്ടി മാപ്സ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഈ മൾട്ടി മാപ്സിനകത്ത് കോളം കഴിഞ്ഞ ശേഷം നമ്മൾ ആ നമ്പർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. സ്പേസ് നമ്മൾ ഇവിടെ ഒഴിവാക്കണം. അവിടെ ഒരു പൈപ്പ് ചിഹ്നമുണ്ട്. അതായത് നമ്മുടെ കീബോർഡിലെ എൻ്റർ ബട്ടൻ്റെ മുകളിലുള്ള ഒരു ചിഹ്നം നമുക്ക് എടുക്കേണ്ടതായിരിക്കും. അത് ഡിലീറ്റ് ആവരുത്. അതിനുശേഷം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് ആ സ്പേസ് ഒഴിവാക്കുന്നു. അപ്പോൾ നമ്മൾ കോഡ് ഇവിടെ ഉൾപ്പെടുത്തി ഇത് സേവ് ചെയ്യണം. ഈ താഴെ സേവ് ചെയ്യുക. നേരെ താഴെ വന്ന് മാറ്റങ്ങൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക. മാറ്റങ്ങൾ സേവ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാപ്പുകൾ വഴികാട്ടിയിൽ മാപ്പുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ തിരുത്തുക, മൂലരൂപം തിരുത്തുക, ഇങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത് നോക്കണം. അതിന് ഇവിടെ മുകളിൽ വായിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്താലാണ് ഇങ്ങനെ വരിക. ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ വരേണ്ടതാണ്. വന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ എടുക്കേണ്ടവ തിരുത്തുക എന്നതിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വായിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്താൽ
ആ രീതിയിലേക്ക് തിരുത്തുക, മൂലകം തിരുത്തുക എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ എനിക്കിവിടെ ഈ ചരിത്രമാണ് തിരുത്തേണ്ടതെങ്കിൽ ഇവിടെ തിരുത്തുകയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തിരുത്തുകയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു എഡിറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ ചരിത്രം എന്നതിലാണ്, ഇതൊരു ഹെഡിങ് ആണ്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഹെഡിങ് ആണ്. നമ്മൾ ഈ ഹെഡിങ്ങിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ എല്ലാം വലിയ അക്ഷരങ്ങളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റർ അടിച്ച് അല്ലെങ്കിൽ കഴ്സർ താഴെ കൊണ്ടുവച്ച ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ പട്ടാമ്പി ഉപജില്ലയിലാണ് കോഴിക്കോട്ട് സ്കൂളിൽ നിന്ന് ടീച്ചർ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴെ വേറെ എന്തെങ്കിലും മാറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എഴുതിയ ടെക്സ്റ്റ് നിങ്ങളുടെ മെയിലിലേക്കോ മറ്റോ അയച്ച ശേഷം നിങ്ങൾക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് മാറ്റങ്ങൾ വരുത്തിയാലും എന്ത് ചെയ്യണം, നിങ്ങളുടെ മാറ്റങ്ങൾ സേവ് ചെയ്യണം. എങ്ങനെയാണ് ഇവിടെയുള്ള ചരിത്രം ഒക്കെ എഴുതുന്നത് നോക്കാം. ഇപ്പോൾ ചരിത്രത്തിന് ഒരു ഹെഡിങ് ആണ്. കാരണം നമ്മളിവിടെ മൗസ് പോയിന്റ് കൊണ്ടുവച്ചാൽ തന്നെ ഇവിടെ മുകളിൽ നോക്കൂ, തലക്കെട്ട്. അതായത് ഈ ചരിത്രം എന്ത് ഒരു തലക്കെട്ടാണ്. ഇപ്പോൾ ചിലർ അറിയാതെ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അത് ഉപശീർഷകമാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അതവിടുന്ന് ഉപശീർഷകമായിട്ട് മാറും. അപ്പോൾ അത് വീണ്ടും മാറ്റണമെങ്കിൽ ഈ ചരിത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു, എന്ത് ചെയ്താൽ മതി, തലക്കെട്ട് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തലക്കെട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ചരിത്രത്തിൽ ഒന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ വരും. അതല്ലെങ്കിൽ മൗസിൻ്റെ കഴ്സർ നിങ്ങൾക്ക് എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് അവിടെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു മുൻ സാരഥികളെക്കുറിച്ചുള്ള പട്ടിക ഉൾപ്പെടുത്തുന്നത് എങ്ങനെ നോക്കാം. ഇവിടെ ഒന്ന് ഇപ്പോൾ നമ്മൾ തിരുത്തുകയിലാണ് നിൽക്കുന്നത്. ഈ മുൻ സാരഥികൾ എന്ന ഈ ഭാഗത്ത് നമുക്കൊരു ടേബിൾ ഉൾപ്പെടുത്തണം. ഇവിടെ ഉൾപ്പെടുത്തുകയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചിത്രങ്ങളും മീഡിയകളിൽ നിന്ന് കാണാം, ഫലകം എന്ന് കാണാം, പട്ടിക എന്ന് കാണാം. ഞാൻ പട്ടിക ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പട്ടിക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4 സൈസുള്ള ടേബിൾ കിട്ടുന്നു. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഡാറ്റകൾ എഴുതുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ കളിയിൽ നമുക്ക് സീരിയൽ നമ്പറിന് എഴുതാം. അതുപോലെ തന്നെ പേര്, കാലഘട്ടം. അപ്പോൾ ഞാനിവിടെ എഴുത്തുപകരണങ്ങളിൽ പോയിട്ട് ആ മാറ്റർ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പേരെന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ അതവിടെ നിന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത ശേഷം എൻ്റെ ഈ പറയുന്ന ടെക്സ്റ്റ് ബോക്സിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ കാലഘട്ടം എന്നും വേണം. ഞാൻ വീണ്ടും കാലഘട്ടം എന്ന് ടൈപ്പ് ചെയ്യണം. കാലഘട്ടം എന്ന് ടൈപ്പ് ചെയ്തു. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. ദെൻ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ തിരുത്തൽ കോളത്തിൽ ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻ പ്രധാന അധ്യാപകന്മാരുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കോളത്തിൽ സീരിയൽ നമ്പർ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ടേബിൾ ആവശ്യമില്ല, ഈ കോളം ആവശ്യമില്ലെങ്കിൽ ഈ പറയുന്ന കളിയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മായ്ക്കുക എന്നാണ് കാണുക. മായ്ക്കുക എന്ന് കണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് മാഞ്ഞു പോകുന്നതാണ്. അതല്ല നമുക്ക് വേണ്ടത്, മുകളിൽ ഒരു ഏരോ മാർക്ക് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന് മുമ്പ് ഉൾപ്പെടുത്തുക, അതിന് ശേഷം ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് കോളങ്ങൾ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മായ്ക്കുകയാണ് വേണ്ടെങ്കിൽ നിര മായ്ക്കുക എന്ന് ക്ലിക്ക് ചെയ്താൽ ആ നിര ഒഴിവായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ റോ ആണ് ഒഴിവാക്കണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മായ്ക്കുക എന്ന് വരുന്നുണ്ട്. മായ്ക്കുക എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോളം മൊത്തമായിട്ട് മാഞ്ഞു പോകും. ഈ ടേബിൾ മൊത്തമായിട്ട് മാഞ്ഞു പോകും. ഇവിടെ ഈ പറയുന്ന ഏരോ മാർക്കിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വരികൾ ചേർക്കാനും ഈ വരി മായ്ക്കാനും സാധിക്കും. ഇപ്പോൾ ഞാൻ വരി മായ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ ഫില്ല് ചെയ്ത ഗൂഗിൾ ഫോമിനനുസരിച്ച് നിങ്ങളുടെ സ്കൂളിൻ്റെ മെയിൻ പേജിൽ, സ്കൂൾ വിക്കിയിലെ മെയിൻ പേജിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നാമതായും വരുത്തിയ മാറ്റം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾ ഒരു സ്കൂൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ALPS കോഴിക്കാട്ടിരി എന്ന സ്കൂൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂളിൻ്റെ പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ടാബുകൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇവയാണ് നമ്മൾ ടാബുകൾ എന്ന് പറയുന്നത്. ഇവിടെ സ്കൂളിനെ കുറിച്ച് എന്ന ടാബാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ സൗകര്യങ്ങൾ എന്ന ടാബിലേക്ക് പോവുകയാണെങ്കിൽ ആ ടാബ് ആക്റ്റീവ് ആവും. ഇപ്പോൾ ആ ടാബിനകത്ത് ഇവിടെ ഒന്നും ആ സ്കൂൾ എഴുതാത്തത് കൊണ്ടാണ് ഇവിടെ ബ്ലാങ്കായി കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് എഴുതണമെങ്കിൽ ഇവിടെ തിരുത്തുക എന്നത് ക്ലിക്ക് ചെയ്യുന്നു. തിരുത്തുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്ന ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താണ്, ഇപ്പോൾ സ്കൂളിൻ്റെ സൗകര്യങ്ങളെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ എഴുതാം, നേരിട്ട് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നേരിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ സയൻസ് ലാബ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തത്. എനിക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലും ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഇവിടെ ഗൂഗിൾ എഴുത്തുപകരണം, ഞാൻ എൻ്റെ ഗൂഗിൾ എഴുത്തുപകരണം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സയൻസ് ലാബ് SSEIN സയൻസ് ലാബ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഇങ്ങനെ മലയാളത്തിൽ വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് എൻ്റെ ഈ പേജിലേക്ക് കൊണ്ടുവന്ന് ഞാനിവിടെ സയൻസ് ലാബിൽ നിന്ന് ഇംഗ്ലീഷിലുള്ളത് മാറ്റി മലയാളത്തിലേക്ക് ആക്കി. അപ്പോൾ ഇതുപോലെ സൗകര്യങ്ങൾ നിങ്ങൾ താഴേക്ക് ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതവിടെ മാറ്റങ്ങൾ സേവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ മാറ്റങ്ങൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ സൗകര്യങ്ങളിൽ സയൻസ് ലാബിൽ നിന്ന് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അടുത്ത ടാബിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രവർത്തനങ്ങൾ എന്ന ടാബിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ ടാബിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ തയ്യാറാക്കിയ ടാബിനകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക്
മറ്റു ടാബുകളിലേക്കും അതുപോലെ തന്നെ സ്കൂളിനെ കുറിച്ച് എന്നുള്ള മെയിൻ പേജിലേക്കും എത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. സ്കൂൾ വിക്കിയിലേക്ക് എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സ്കൂൾ വിക്കി ലോഗിൻ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ സൈഡിലായിട്ട് അപ്ലോഡ് എന്ന് കാണാം. ഈ അപ്ലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് എന്നൊരു പേജ് വരുന്നുണ്ട്. ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട പ്രമാണത്തിൻ്റെ സ്രോതസ് നാമം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ടോപ്പിനകത്ത് ഒരു ഫോൾഡറിനകത്ത് സ്കൂളിൻ്റെ കോഡ് അനുസരിച്ച് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ, ആ ഫോർമാറ്റ് നിർബന്ധമാണ്. ഓരോ ചിത്രങ്ങളുടെയും ഫയൽ നെയിമിൽ സ്കൂൾ കോഡ് നിർബന്ധമായിട്ടും ആദ്യം ഉണ്ടായിരിക്കണം. 206-60 സ്കൂൾ ക്യാമ്പ്, 206-60 സ്കൂൾ ഫ്രണ്ട് വ്യൂ, 206-60 സ്കൂൾ പ്രൊഫൈൽ ഫോട്ടോ. ഈ രീതിയിൽ സ്കൂൾ കോഡ് ഉള്ള ഒരു ചിത്രങ്ങളായിരിക്കണം നമ്മളിതിനേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു ചിത്രത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞപ്പോൾ ആ ചിത്രത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, താഴെ പ്രോപ്പർട്ടീസ് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് ഇപ്പോൾ എത്ര ഉണ്ട്? 800 KB, 1 MB കുറഞ്ഞ ചിത്രങ്ങൾ അഥവാ 1000 KB ഒക്കെയുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. ആ ഫോട്ടോസിന് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോട്ടോകൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഫോട്ടോകൾ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി അപ്ലോഡ് എടുക്കുക, ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്കൂൾ പ്രൊഫൈൽ ഫോട്ടോ ആണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്തു, ദെൻ ഓപ്പൺ കൊടുക്കുക. ഇപ്പോൾ ആ ഫോട്ടോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടായിരിക്കും. ഇവിടെ നമുക്ക് അനുവദനീയമായ പ്രമാണങ്ങൾ, അതായത് ഫോർമാറ്റ്, വ്യത്യസ്തമായ ഫോർമാറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ബ്രൗസ് ചെയ്ത ആ ഫയലിൻ്റെ പേര് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേണം. ഇവിടെ പറയുന്നുണ്ട് 2.25 MB വരെ നമുക്ക് യൂസ് ചെയ്യാവുന്ന, എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ എളുപ്പം സൈസ് കുറവുള്ള ചിത്രങ്ങളാണ്. താഴെ ഇതിന് നിങ്ങൾക്കൊരു പേര് കൊടുക്കണമെങ്കിൽ പേര് കൊടുക്കാം. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽ നെയിം ഏതാണോ അത് ഞാൻ ഇവിടെ വരുന്നത്. ഇപ്പോൾ സ്കൂൾ പ്രൊഫൈൽ ഫോട്ടോ എന്ന പേര് വന്നിട്ടുണ്ട്. ഞാനത് മാറ്റമൊന്നും വരുത്തുന്നില്ല. അതിൻ്റെ ചുരുക്കം എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ പകർപ്പവകാശ വിവരങ്ങൾ എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒന്നും തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ പകർപ്പവകാശ വിവരങ്ങൾ ഒന്നും തിരഞ്ഞെടുത്തില്ല. നമ്മളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊരു സ്വന്തം രചന ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ 3.0 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം വർഗ്ഗങ്ങൾ എന്ന് കാണാം. ഇത് ഒരു പ്രാവശ്യം മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നീട് ഇടയ്ക്ക് നിങ്ങൾ വർഗ്ഗങ്ങൾ ക്രിയേറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ വർഗ്ഗങ്ങളിലെ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ സ്കൂൾ കോഡ് അടിച്ചു കൊടുക്കുക 206-60. അതിനുശേഷം ഇവിടെ ശരി എന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ലിസ്റ്റിനകത്ത് ആ സ്കൂൾ കോഡ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ശേഷം ഇവിടെ ശരി എന്ന് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ആ ഒരു വർഗ്ഗം മുമ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഇതൊരു ബ്ലൂ കളറിൽ വന്നത്. അതല്ലെങ്കിൽ ഇതൊരു റെഡ് കളറിലായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ നിങ്ങളുടെ ID സൃഷ്ടിച്ച പോലെ തന്നെ ആ വർഗ്ഗത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ വർഗ്ഗം സൃഷ്ടിക്കാവുന്നതാണ്. ഇപ്പോൾ അത് ഓൾറെഡി ഈ രീതിയിലൊരു വർഗ്ഗം ഉണ്ട്. അതിനുശേഷം നേരെ താഴെ പ്രമാണം അപ്ലോഡ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വിക്കിയിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിച്ചു തരും. താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ 4 വഴിക്ക് കാണിച്ചു തരും. ഇപ്പോൾ നിലവിലുള്ളത്, അതുപോലെ ഡേറ്റ്, ലഘുചിത്രം, അളവുകൾ, ആരാണ് അപ്ലോഡ് ചെയ്തത്. നമ്മുടെ സ്കൂൾ വിക്കിയുടെ QID എങ്ങനെയാണ് എടുക്കുന്നതാണ് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സെർച്ച് ബോക്സിനകത്ത് വിക്കി ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്യുക. വിക്കി ഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെർച്ച് വിൻഡോയിൽ വരുന്ന ഫസ്റ്റ് സെർച്ച് തന്നെ www.wikidata.org ആ സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ വിക്കി ഡാറ്റയുമായി ബന്ധപ്പെട്ട ആ പേജ് ഓപ്പണായി വരും. ഓക്കെ, ഇപ്പോൾ ആ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ സെർച്ച് വിക്കി ഡാറ്റ എന്ന് പറയുന്നൊരു വിൻഡോ ഉണ്ടായിരിക്കും, ഒരു സെർച്ച് ബോക്സ്. ഞാനിവിടെ സെർച്ച് ബോക്സിനകത്ത് GUPS പട്ടാമ്പി എന്ന പേരിൽ സെർച്ച് ചെയ്യാണ്. സെർച്ച് ചെയ്തപ്പോൾ അവിടെ സ്കൂളിൻ്റെ പേര് വന്നിട്ടുണ്ട്. GUPS പട്ടാമ്പി സ്കൂൾ ഇൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് തന്നെ അതിൻ്റെ QID ഉണ്ടായിരിക്കും. Q64690143 ഇതാണ് ഈ സ്കൂളിൻ്റെ QID. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വിക്കി ഡാറ്റയിൽ നിന്ന് ഒരു സ്കൂളിൻ്റെ പേര് സെർച്ച് ചെയ്ത് ആ സ്കൂളിൻ്റെ പേരിനോട് ചേർന്ന് കിടക്കുന്ന QID എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പേജിന് താഴെയായിട്ട്, നിങ്ങൾ സ്കൂളിൻ്റെ പേരിന് താഴെയായിട്ട് ഒരു ഇംഗ്ലീഷിൽ ചെറിയ ഒരു ലിങ്ക് കാണാം. ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ സ്കൂളിൻ്റെ പേജിന് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കോപ്പി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിലേക്ക് അത് പേസ്റ്റ് ചെയ്തിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. സ്കൂൾ വിക്കിയിൽ നമ്മുടെ സ്കൂളിൻ്റെ പേജ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിന് കുറേ മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് പറയുന്നത്. ഇവിടെ ഞാൻ അംഗത്വം എടുക്കുകയോ പ്രവേശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ലോഗിൻ ചെയ്യാതെ തന്നെയാണ് പരിശോധിക്കുന്നത്. ഇവിടെ സ്കൂൾ വിക്കി സംരംഭത്തിൽ തിരയുക എന്നതിൽ സ്കൂളിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുകയാണ്. 20001 എന്ന് സെർച്ച് ചെയ്യുന്നു. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് GHSS ചാലിശ്ശേരി സ്കൂളിൻ്റെ മെയിൻ പേജ് തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു സ്കൂളിൻ്റെ കോഡ് നൽകിക്കൊണ്ട് സ്കൂൾ വിക്കിയിലെ പേജ് സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വേറെയും രീതികളുണ്ട്. നമുക്ക് വീണ്ടും പ്രധാന താളിലേക്ക് പോകാം. ഞാൻ പ്രധാന താളിലേക്ക് പോകുന്നു.
പ്രധാന താളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവിധ ജില്ലകൾ കാണാം. ഇവിടെ ഞാൻ പാലക്കാട് ജില്ല സെലക്ട് ചെയ്യുന്നു. പാലക്കാട് ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ പാലക്കാട് ജില്ലയിലെ വിവിധ ഉപജില്ലകൾ കാണാൻ സാധിക്കും. ആലത്തൂർ മുതൽ തൃത്താല വരെയുള്ള വിവിധ ഉപജില്ലകൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ DO പാലക്കാട് എടുക്കുകയാണെങ്കിൽ പാലക്കാട് DOയ്ക്ക് കീഴിലുള്ള സ്കൂളുകൾ കാണാം. അതുപോലെ DO മണ്ണാർക്കാട്, DO ഒറ്റപ്പാലം. ഞാൻ DO ഒറ്റപ്പാലം സെലക്ട് ചെയ്യുന്നു. DO ഒറ്റപ്പാലം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തിന് കീഴിലുള്ള സർക്കാർ വിദ്യാലയങ്ങൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് ഹൈസ്കൂളുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ GHS ചാലിശ്ശേരി ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ GHS ചാലിശ്ശേരിയുടെ പേര് കറക്റ്റായിട്ട് തുറന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്കൂളുകൾ തുറന്ന് നോക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ബാക്ക് അടിക്കുകയാണ്. നമുക്ക് ഇനി തൃത്താല ഉപജില്ലയിലെ ഒരു വിദ്യാലയം സെലക്ട് ചെയ്യാം. ഞാൻ തൃത്താല സെലക്ട് ചെയ്യുന്നു. തൃത്താല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തൃത്താല ഉപജില്ലയിലെ സ്കൂളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ SSC UPS ചാലിശ്ശേരി, ഈ സ്കൂളിൻ്റെ പേര് നമുക്ക് കോഡായിട്ടും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര് ഇംഗ്ലീഷിലും സ്കൂളിൻ്റെ പേര് മലയാളത്തിലും കാണാം. ഈ 3 ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും സ്കൂളിൻ്റെ പേജിലേക്ക് തന്നെയാണോ പോകുന്നത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ കോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സ്കൂളിൻ്റെ കോഡിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സ്കൂളിൻ്റെ പേരിലേക്ക് തന്നെയാണ്, സ്കൂളിൻ്റെ മെയിൻ പേജിലേക്ക് തന്നെയാണ് എത്തിയത്. ബാക്ക് ക്ലിക്ക് ചെയ്യാം. അതുപോലെ സ്കൂളിൻ്റെ പേര് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും സ്കൂളിൻ്റെ മെയിൻ പേജിലേക്കാണ് എത്തിയത്. ബാക്ക് ക്ലിക്ക് ചെയ്യുക. സ്കൂളിൻ്റെ മലയാളം പേരിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോഴും സ്കൂളിൻ്റെ മെയിൻ പേജിലേക്ക് തന്നെയാണ് എത്തിയത്. അപ്പോൾ ഈ രീതിയിൽ ഒരു സ്കൂൾ കോഡ് വഴിയും സ്കൂളിൻ്റെ പേര് മലയാളത്തിലും അതുപോലെ സ്കൂളിൻ്റെ പേര് ഇംഗ്ലീഷിലും നമുക്ക് സെർച്ച് ചെയ്ത് സ്കൂളിൻ്റെ മെയിൻ പേജിലേക്ക് എത്താവുന്നതാണ്. ഇത്തരത്തിൽ കോഡ് വഴിയോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നൽകിയിരിക്കുന്ന പേര് വഴിയോ നിങ്ങളുടെ സ്കൂളിൻ്റെ മെയിൻ പേജിലേക്കല്ല എത്തുന്നത് എങ്കിൽ നിങ്ങളുടെ സബ് ജില്ലയുടെ ചാർജുള്ള മാസ്റ്റർ ട്രെയിനറെ ഈ വിവരം അറിയിക്കേണ്ടതാണ്. താങ്ക് യു.